ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സഞ്ചാരത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നമുക്ക് എക്കോണമിയായിട്ട് എങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാം. നമുക്ക് ബോട്ടിൽ കയറണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാമ്പത്തിക വിഷയങ്ങളും ഒക്കെ കാരണം നമുക്ക് ബോട്ട് യാത്ര നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കോട്ടയത്ത് നിന്നും ആലപ്പുഴയ്ക്ക് ബോട്ട് യാത്രയുണ്ട്. അതും വളരെ തുച്ഛമായ പൈസയ്ക്കാണ് നമുക്ക് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഏകദേശം 1.5 മണിക്കൂറോളം ആലപ്പുഴ ചെല്ലുവാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിർത്തിയാണ് ബോട്ട് അവിടെ ചെല്ലുന്നത്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു ബോട്ട് യാത്ര നടത്തണമെങ്കിൽ ഒരാഗ്രഹമുണ്ട് എങ്കിൽ, എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ എങ്കിൽ നമ്മൾ നേരെ കുമരകത്ത് ബോട്ട് ജെട്ടിയിലേക്ക് ചെല്ലുക. അവിടുന്ന് നേരെ മുഹമ്മയ്ക്ക് സർക്കാരിൻ്റെ ബോട്ടിൽ നമുക്ക് ഒരു യാത്ര നടത്തുവാൻ സാധിക്കും. അത് ഏകദേശം 16 രൂപയാണ് നമ്മുടെ ആ ടിക്കറ്റിൻ്റെ ചാർജ്. നമുക്ക് അവിടെ ചെന്നിട്ട് അടുത്ത ബോട്ടിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് തിരികെ പോരുവാനും സാധിക്കും, കാഴ്ചകളൊക്കെ കണ്ട്. വേണമെങ്കിൽ മുഹമ്മയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ബൈക്ക് ഈ ബോട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മുഹമ്മയിൽ നിന്ന് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. അതുകൂടാതെ നമ്മുടെ നമ്മുടെ കുമരകം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫാമിലിക്കായിട്ടുള്ള സ്വകാര്യ ട്രിപ്പുകളും അവിടെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് സർക്കാരിൻ്റെ തന്നെ പല സ്ഥലത്തേക്കുള്ള ബോട്ട് സർവീസ് നമുക്ക് പേഴ്സണലായിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുമരകം പോലത്തെ ഭാഗങ്ങളിലേക്ക്, അവിടെ നിന്നും പാതിരാമണൽ അതുപോലത്തെ ഭാഗങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോട്ട് ജെട്ടിയിൽ ബന്ധപ്പെട്ടാൽ അവിടുത്തെ ബോട്ടിൻ്റെ ഓഫീസിലെ നമ്പരൂടെ ഞാൻ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട ശേഷം പോകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കുമരകം ബോട്ട് ജെട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മുഹമ്മയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് അവിടുത്തെ ബോട്ടിൻ്റെ ഓഫീസൊക്കെയാണ്. അവിടുത്തെ നമ്പരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഒരു വിശ്രമ സ്ഥലവുമുണ്ട്. ഞാൻ ഏകദേശം 1 മണിയോടെയാണ് അവിടെ ചെന്നത്. 1:15 ബോട്ടിലാണ് ഞാൻ നമ്മുടെ മുഹമ്മയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ ബോട്ടിൻ്റെ മറ്റ് സർവീസുകളെ പറ്റിയുള്ള ഒരു ബോർഡാണത്. നമുക്കതിൽ കണ്ട് വേറെ ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടെ ബോട്ട് സർവീസുണ്ട്. മുഹമ്മയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്, ഇത് ഇവിടുത്തെ കടകളാണ്. നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. ഇത് പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാമായ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബോട്ട് ദുരന്തത്തോട് അനുസ്മരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടമാണ്. നമുക്കിവിടെ യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ വിശ്രമിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് ചെറിയ സ്നാക്സുകളൊക്കെ കഴിച്ച് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് ബ്രേക്കൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. നല്ല ഹൈജീനിക്കായിട്ടുള്ള ഒരു കെട്ടിടമാണിത്. ഇത് ബോട്ടിൻ്റെ ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസാണ്. ഇവിടെ നമുക്ക് ബന്ധപ്പെട്ടാൽ എവിടേക്കെങ്കിലുമൊക്കെ നമുക്ക് ഫാമിലിയായിട്ട് പോകാനായിട്ട് സാധിക്കും. ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇവിടുന്ന് ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ബോട്ടിങ്ങിന് ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ മനോജ് എന്ന് പറയുന്നൊരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ ചേട്ടനോട് ചോദിക്കാം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ. എങ്ങനെയാണ് ചേട്ടാ ഇവിടുന്ന് നമുക്ക് ബോട്ടിൽ ഫാമിലിയായിട്ട് നമുക്ക് പോയാൽ എത്രയാണ് റേറ്റ് വരുന്നത്? ഇവിടുന്ന് കുമരകം ഗവൺമെൻറ് ബോട്ട് ജെട്ടിയാണ് ഈ സ്ഥലം. ഇവിടുന്ന് പാതിരാമണൽ ട്രിപ്പുണ്ട്. അതൊരു 2.5 മണിക്കൂർ എടുക്കും പോയിട്ട് തിരിച്ചു വരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പോകുന്നത് ബേഡ്സാഞ്ചർ സൈഡിലേക്ക് പോകും. അപ്പം അവിടെ ചെന്നിട്ട് പിന്നെ വെച്ചുക്കായർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഫുഡും കഴിച്ച് വരുന്ന ട്രിപ്പുണ്ട്. അതുപോലെ തന്നെ 6 ബ്ലോക്കിൽ പോയി ലഞ്ചും കഴിച്ച് വരുന്ന ട്രിപ്പുണ്ട്. അങ്ങനെ 3-4 ട്രിപ്പ് ഇവിടുന്നുണ്ട്. മിനിമം ഒരു 4 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ദീപം കണ്ട് വെച്ചുകായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ലഞ്ചും കഴിച്ച് തിരിച്ചു വരാം. അങ്ങനെ ഒരു ട്രിപ്പുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിന് നമ്മൾ പെർ അവർ ചാർജ് ചെയ്യുന്നത് 900 രൂപ 1 മണിക്കൂർ. ഓക്കെ, പെർ അവർ വരുന്നത്. പിന്നെ 6 ബ്ലോക്ക് ലഞ്ച് ഉണ്ട്, അതിന് 3.5 മണിക്കൂർ വരും. അതും പെർ അവർ 900 വെച്ച് വരും. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവർക്കല്ലേ, അവർക്ക് ഫുഡും ഒക്കെ കിട്ടാൻ രീതി കഴിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ട്രിപ്പുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതുവഴിയാണ് നമ്മൾ ഈ ബോട്ടുമായിട്ട് സൈറ്റ് സീൻ എല്ലാം കാണിച്ച് പോകും. ഇപ്പോൾ ആ മഴക്കാലം കഴിഞ്ഞോടെ ഇനിയിപ്പം തിരക്കായി പോകും. ഇനി ഓണത്തോടു കൂടിയൊക്കെ ഇനി തിരക്കായി വരും. പിന്നെ വള്ളംകളിയൊക്കെ വരുമല്ലോ. അതെ, 1 മണിയോടെ ബോട്ട് വന്നു. എനിക്ക് പോകാനുള്ള ബോട്ട് വന്നു. ഇത് അവിടുത്തെ ബോട്ടിൻ്റെ ജീവനക്കാർ ഇതിൻ്റെ തട്ട് താക്കുകയാണ്. ഈ ബോട്ടിൽ നമുക്കിവിടെ നിന്ന് ബൈക്കുകളൊക്കെ കയറ്റി അക്കരയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ബൈക്ക് കയറുന്നതിന് ഇതിന് 25 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. വളരെയധികം ആളുകൾ മുഹമ്മയിലേക്ക് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എന്നാൽ ഈ ബൈക്കൊക്കെ കയറ്റുന്നത് നമ്മുടെ ജങ്കാറിലൊക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ
ബൈക്ക് കയറുന്നത് കണ്ടത്. അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. അതുകൂടാതെ ഈ ബോട്ടിൽ നമുക്കൊരു 1:15 ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 10-25 മിനിറ്റ് കൊണ്ട് ഇത് മുഹമ്മയിൽ ചെല്ലും. ഇത് ഒഴുകുന്ന പുസ്തകശാലയാണ്. അതായത് നമ്മുടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വായിക്കുവാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. പുസ്തകമൊക്കെ വായിച്ച് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റിയ ഒരു നല്ല ഒരു യാത്രയാണ് ഈ സർക്കാരിൻ്റെ ബോട്ടിൽ. നമുക്ക് വളരെ പൈസ കുറച്ച് ഒരു ചെറിയ ബോട്ട് യാത്ര നടത്തുവാൻ സാധിക്കും. ഇത് കണ്ടോ, കാഴ്ചകളിലൊക്കെ മനോഹരമാണ് ഇരു സൈഡിലെയും കാഴ്ചകൾ. എന്നാൽ കോട്ടയം ടു ആലപ്പുഴയിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, 1.5 മണിക്കൂറോളം നമ്മൾ ബോട്ടിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ദിവസത്തെ നമ്മുടെ ഒരു സ്പെൻഡിങ് ആണ് അതിനുവേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു യാത്ര തിരഞ്ഞെടുക്കാം. ഇല്ല, നിങ്ങൾക്കൊരു ചെറിയ യാത്ര മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഈ കുമരകം ബോട്ട് ജെട്ടിയിൽ നിന്നും മുഹമ്മയ്ക്കിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ നമ്മുടെ ബൈക്കുകൾ, ഈ നമ്മൾ വന്ന ബൈക്ക് ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് നമുക്ക് ബോട്ടിൽ കയറ്റി മുഹമ്മയിൽ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ദൂരം ചേർത്തലയൊക്കെ നമുക്ക് കറങ്ങി അവിടുത്തെ കടപ്പുറമൊക്കെ നമുക്ക് കണ്ട് തിരിച്ചു പോരാവുന്നതാണ്. ഏകദേശം 25 രൂപ മാത്രമേ നമ്മുടെ ബൈക്കിന് അവർ ചാർജ് ഈടാക്കുന്നുള്ളൂ. ഏതായാലും നമ്മുടെ വിശ്രമ ഒരു ദിവസം നമുക്കതിനു വേണ്ടി കണ്ടെത്തിയാൽ വളരെ നല്ലതായിട്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളും ഒത്തിരി നല്ല പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളുമൊക്കെ കണ്ട് മനസ്സിനൊരു കുളിർമ ലഭിക്കുന്ന ഒരവസ്ഥയായിരിക്കും നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളിന്നും തിരക്കും ടെൻഷൻസും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും ഒരു ചെറിയ ഒരു വിശ്രമമൊക്കെ വേണ്ടേ. ഇത് കണ്ടോ, വളരെ മനോഹരമായൊരു സ്ഥലം. കാരണം ഡസ്റ്റും മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഒന്നും ഇല്ലാതെ ബോട്ടിൻ്റെ മാത്രം ശബ്ദവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര. അതായത് ഇരു വശങ്ങളിലും കേരവൃക്ഷങ്ങളെ കൺനിറയെ കാണുവാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു മനോഹരമായ ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു യാത്ര. ഞാൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര, ഫാമിലിയായിട്ടൊന്ന് പോകണം. കാരണം ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ കുമരകം പക്ഷി സങ്കേതം ഒന്ന് സന്ദർശിക്കാനായിട്ടാണ് അവിടെ ചെന്നത്. അപ്പോഴേ അവിടെ പക്ഷികളൊന്നുമില്ല എന്ന് മനസ്സിലായി. അവിടെ നിന്ന് കാഴ്ചക്കാരൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവിടം വരെ പോയതല്ലേ എന്നോർത്താണ് ഈ ഒരു ബോട്ട് ജെട്ടിയും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഇതിവിടുന്ന് കുറച്ച് അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതുണ്ടോ, അവർ നമുക്ക് ടിക്കറ്റ് തരികയാണ്. 16 രൂപ ആണ് ടിക്കറ്റ്. എന്തായാലും ബോട്ടിലെ ജീവനക്കാർക്ക് കണ്ടക്ടർ എന്നല്ലല്ലോ പറയുന്നത്, സ്രാങ്ക് അങ്ങനെ ഓരോ പേരുകളില്ലേ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർ അതിനിടയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ബോട്ട് യാത്ര അങ്ങ് സ്ഥിരമായിട്ട് നടത്തുന്ന ആളല്ലല്ലോ. ഇതുണ്ടല്ലോ ഹൗസ് ബോട്ട്. ഇത് ഇവിടെ നിന്നും നമുക്ക് ഫാമിലിയായിട്ട് ഈ ബോട്ട് ജെട്ടിയിൽ ആ ചേട്ടൻ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പൈസ കുറച്ച് ഇവിടെ നിന്ന് പരിചയത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടോ, ഇവിടെ കുറച്ച് അങ്ങോട്ട് സ്വല്പം നമ്മൾ തോട്ടിൽ നിന്ന് കായലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു മനോഹരമായ ഒരു കുരിശടിയുണ്ട്. എത്ര മനോഹരമാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി സിനിമകളിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് കാണുവാനായിട്ട് ദൈവം തന്ന ഭാഗ്യമോർത്ത് ഞാൻ ഓർക്കുകയാണ്. ഇത് കണ്ടോ, ഇത് എന്തൊരു മനോഹരമാണ് ഈ ഒരു ദൃശ്യം. ഇവിടുന്ന് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് കായലിൻ്റെ ഓളങ്ങളും ആ ഒരു കാറ്റും കൂടെ എത്ര പറഞ്ഞറിയിക്കാലും നമുക്ക് മനസ്സിലാകാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഏതായാലും ഞാൻ പോയ ബോട്ടിൽ ഏകദേശം 10-20 പേരെ ഉള്ളായിരുന്നുള്ളൂ. ഇതുണ്ടോ, സേഫ്റ്റി ജാക്കറ്റുകളും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ബോട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ യാത്ര ഏറ്റവും സുരക്ഷിതമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ മുഹമ്മ ബോട്ട് ജെട്ടിയിലേക്ക് അടുപ്പിച്ചു ബോട്ട്. ചെറിയ ഒരു ബോട്ട് ജെട്ടിയാണ് മുഹമ്മ ബോട്ട് ജെട്ടി. അവിടെ ഇറങ്ങി ഞാനതിൻ്റെ ബോട്ടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടു കൂടി കണ്ടു. പിന്നെ കുറച്ച് നേരം കൂടി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ബോട്ടിൻ്റെ ഡ്രൈവർ എന്നല്ലല്ലോ പറയുന്നത്, അദ്ദേഹം ഇറങ്ങി വരുന്നത് കണ്ടു. പിന്നെ അവർ ബോട്ട് ഒരു കയറിന് വലിച്ചടിപ്പിക്കുന്ന ദൃശ്യമാണ്. പിന്നെ അവിടുന്ന് ഈ ബൈക്ക് കയറ്റിയവരൊക്കെ ഇറക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും ആദ്യമായിട്ട് ബൈക്ക് കയറ്റുന്നവരൊക്കെ ഇറക്കുമ്പം നമ്മുടെ മനസ്സിലൊരു ഭയമൊക്കെ ഇല്ലേ. ഏതായാലും ആ ഭയമൊന്നും ഇല്ലാതെ തന്നെ അവർ തന്നെ അത് പുറകിൽ നിന്ന് പിടിച്ച് ഇറക്കുന്നതായിട്ടുള്ള ദൃശ്യം വളരെ ഒരു നയന മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു.
ഈ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് അധികം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ഈ അടുത്ത ബോട്ട് അവിടെ തിരിച്ചു പോകാനായിട്ട് തയ്യാറായിട്ട് കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ബോട്ടിൽ തിരികെ നമ്മൾ പോകാം. പിന്നെ അതല്ല, നിങ്ങൾ ഈ ടു വീലറിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ടു വീലർ ബോട്ടിൽ കയറ്റി വന്നു കഴിഞ്ഞാൽ മുഹമ്മ വഴി നമുക്ക് ചേർത്തല, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സ്വല്പം ഒത്തിരി സ്ഥലങ്ങൾ അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഇറങ്ങി ഈ ബോട്ട് ജെട്ടിയുടെ ഈ സ്റ്റേഷനും എല്ലാം ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കോഫി ബാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഊണ് കഴിക്കാനായിട്ട് എനിക്ക് വിശന്നായിരുന്നു. ഞാൻ അവിടെ എല്ലാം നോക്കി, അവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ വേറെ, പക്ഷേ അവിടെ മറ്റ് ഹോട്ടലൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ സ്വല്പം കൂടെ മുൻപേക്ക് പോകുന്നു. ഞാൻ ടു വീലർ കുമരകത്ത് വെച്ചിട്ടാണ് വന്നത്. ഇത് കണ്ടേ, സംസ്ഥാന ജലഗതാഗത വകുപ്പ് അതിൻ്റെ ഓഫീസാണിത്. ഇത് നല്ലൊരു കെട്ടിടമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബേക്കറി ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന കുറച്ച് അമ്മച്ചിമാരെ ഞാൻ കണ്ടു കേട്ടോ. അവരിങ്ങനെ മറ്റേ അവരുടെ ഇതിൽ ഒത്തിരി മത്സ്യങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അവർ ബന്ധനത്തിനായി പോവുകയാണ്. അവരെ കാണാൻ ഇടയായി. പിന്നെ നമ്മൾ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്. കുറച്ച് മുൻപോട്ട് നടന്നു വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് അതിൻ്റെ ആ കായലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാനത് കണ്ടു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് മുൻപോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പള്ളിയുടെ ആണോ എന്നറിയില്ല, ഒരു കൺവെൻഷൻ സെൻ്ററാണിത്. അതിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കാറ്. ഞാൻ അതിൻ്റെ വാതിൽക്ക് നിന്നൊരു വീഡിയോ എടുത്തു. അതിനകത്ത് നല്ല രസമാണ്. ഈ കായലിൻ്റെ ഓരത്തല്ലേ ഈ സെൻറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണം അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഇതിങ്ങനെ. പള്ളിയുടെ ആണോ എനിക്കറിയില്ല, പ്രൈവറ്റിൻ്റെ ആയിരിക്കാം ചിലപ്പം. അതും കണ്ടു. പിന്നെ കണ്ടോ, ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. ഇത് ഈ ബോട്ട് ജെട്ടിയോട് ചേർന്നാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ കയറാതിരിക്കാം, അതിൻ്റെ പെർമിഷനൊക്കെ വേണമായിരിക്കും. ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് ആ ഗേറ്റിൻ്റെ അവിടം വരെ പോയി എന്നിട്ട് തിരിച്ചു പോന്നു. കണ്ടോ, ഇതിനകം കണ്ടോ, അതിനകത്ത് ഒത്തിരി ഇരിക്കാനൊക്കെ സ്പേസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ സെൻറ്റർ. അതിനുശേഷം അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഫൊറോന പള്ളി ഞാൻ കണ്ടു. പള്ളിയുടെ അതിനനുസരിച്ച് സ്കൂളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂള്, ഇങ്ങനെ അംഗവയിലുള്ളൊരു പഠിക്കുന്ന സ്കൂളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് മുൻപിലേക്ക് ഞാൻ നടന്നു. കാരണം അന്നേരത്തേക്ക് നല്ലതായിട്ട് വിശന്നായിരുന്നു. എന്നാൽ അല്പം ചോറ് കഴിക്കാമെന്നോർത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഈ പള്ളി കണ്ടോ, ഈ പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പം അവിടെ ഒരു ഷാപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ആൾക്കാരെ ഒന്നും കണ്ടില്ല. അങ്ങനെ ആ ഷാപ്പിലേക്ക് ഞാൻ കയറി അവിടുന്ന് ഒരു ഊണ് മേടിച്ച് കഴിച്ചു കേട്ടോ. എങ്കിലും നാടൻ ഊണാണ് കേട്ടോ, നാടൻ ഊണ്. മറ്റ് വറുത്തതൊന്നും അവിടെ ഇല്ലായിരുന്നു. നാടൻ ഊണ് കഴിച്ചു. എന്നാണ് കേട്ടോ കറിയൊക്കെ? കറി കൊഴുവാപ്പയുണ്ട്, കറിവേപ്പയുണ്ട്, വറുത്ത് പന്നിയുണ്ട്. വറുത്തതൊന്നുമില്ല. ഇല്ല, അത് മതി. വെള്ളം കുടിക്കാൻ വെള്ളം മതിയല്ലേ? ആ, വെള്ളം മതി. അങ്ങനെ ഊണുമൊക്കെ കഴിച്ച ശേഷം പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. 70 രൂപയായിരുന്നു ഊണിന് ചാർജ് കേട്ടോ. മറ്റ് സ്പെഷ്യലൊന്നുമില്ല. സ്പെഷ്യലെന്ന് പറഞ്ഞാൽ മറ്റുള്ള കറികളാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തിരികെ ഞാൻ വന്നു. അന്നേരത്തേക്ക് നമുക്ക് പോകാനുള്ള 3:30 ഒരു ബോട്ട് അവിടെ വന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ബോട്ടാണ്. ആ ബോട്ടിലേക്ക് തിരികെ ഞാൻ മടങ്ങി പോകാൻ വേണ്ടി തന്നെ അതിലേക്ക് കയറി. അതിൽ നിന്നും സാധനങ്ങളും ബൈക്കും എല്ലാം കയറ്റിയാണെന്നും വന്നത്. എന്നാൽ വന്ന ബോട്ടിനേക്കാളും കുറച്ചും കൂടി നല്ല ഒരു അന്തരീക്ഷമുള്ള ബോട്ടായിരുന്നു അത്. കാരണം അകമൊക്കെ നല്ല വൃത്തിയാണ് അതിൻ്റെ. മറ്റേ ആദ്യം വന്ന ബോട്ട് ഒരു ശകലം പഴയ ബോട്ടായിരുന്നു. അങ്ങനെ അത് കയറി ഞാൻ തിരികെ പോകാനായിട്ട്. ഇത് കണ്ടോ, മീൻ വെക്കുന്ന അമ്മച്ചിമാരൊക്കെ അവരുടെ കൂടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവരൊക്കെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ ഒരു ഭാഷ, ആലപ്പുഴ ഭാഗത്തെ ഒരു കോട്ടയംകാരുടെ ഭാഷയല്ലോ, ആലപ്പുഴയിലൊരു വ്യത്യസ്തമായ ഭാഷ പോലെ തോന്നി. അതിനുശേഷം ഞാൻ തിരികെ വന്നപ്പോഴും ആ കുരിശുംതൊട്ടി വളരെ മനോഹരമായി കാണാനിടയായി. അങ്ങനെ മുഹമ്മയിൽ നിന്നും തിരികെ കോട്ടയം ബോട്ട് ജെട്ടിയിലേക്ക് കിടക്കുകയാണ്. കായൽ കഴിഞ്ഞ് പിന്നെ ആ തോട്ടിലേക്ക് കയറി പോരുകയാണ് ബോട്ട്.
ഇതൊക്കെ ഓട്ടമില്ലാതെ കിടക്കുന്ന ഹൗസ് ബോട്ടുകളാണ്. അതിനൊക്കെ സീസൺ ആകുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓണത്തിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കരമായ തിരക്കാണ്. അന്നേരത്തേക്ക് ചാർജുകൾ കൂടുമെന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും ഞാൻ ഈ തന്ന ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും കുമരകത്ത് വരികയാണെങ്കിൽ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ പോകാൻ സാധിക്കും. അതുപോലെ ഭക്ഷണവും ക്രമീകരണങ്ങളും എല്ലാം പുള്ളി തന്നെ ചെയ്തു തരും. ഇതുകൊണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ പായൽ കിടക്കുകയാണ്. അതിനിടയിൽ കൂടെ ഒരു യാത്ര വന്ന വഴി നമ്മൾ തിരികെ പോവുകയാണ്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. കാരണം മൊബൈലും ക്യാമറയും എല്ലാം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടവരെല്ലാവരും അഭിപ്രായം കൂടെ പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.